ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണാം. മീൻ വിഭവങ്ങളും അതിനോടൊപ്പം കപ്പ, കാച്ചിമോര് ബാക്കിയൊക്കെ ചേർത്തുള്ളൊരു വിഭവം. ഹലോ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് അരി കൊണ്ടോ ഗോതമ്പ് കൊണ്ടോ ഉള്ള ഭക്ഷണമൊന്നുമല്ല. ഇന്ന് പഴങ്കഞ്ചിയാണ് കഴിക്കുന്നത്. കാരണം ഇന്നലെ കുറേ മീൻ വാങ്ങിച്ചു. മീനെല്ലാം പ്രിപ്പയർ ചെയ്തു. ഇത് മീൻ എന്തൊക്കെയാണെന്ന് കാണാം. ഇത് ഫിഷ് കറി, കപ്പയുണ്ടായിരുന്നു. കപ്പയുടെ കൂടെ ഒരു ഫിഷ് കറി. ഇനി ഒരു കഷ്ണമേ ബാക്കിയുള്ളൂ. കുറച്ച് കഷ്ണങ്ങളും എടുത്ത് വെച്ചേയും കറി ഉണ്ടാക്കിയുള്ളൂ. പിന്നെ എന്താണ് കീരിച്ചാള, ഒരു ചാളയുടെ ഒരു വകഭേദമാണ്, അത് വലിയ മീനാണ്. അത് പീര പറ്റിച്ചു. അതിൽ ഒരെണ്ണം തന്നെ വറുത്തു. കപ്പയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കേരമീൻ 1 കിലോ കേരമീൻ വാങ്ങിച്ചായിരുന്നു, വെള്ളച്ചൂര. അതുകൊണ്ട് കുറച്ച് അച്ചാറും ഇട്ടു. അതിൻ്റെയൊക്കെ വേറെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക അച്ചാറ്. ഇന്നലെ നെല്ലിക്ക വാങ്ങിച്ചു, എങ്കിൽ ഇത് നേരത്തെ ഇരുന്ന നെല്ലിക്ക അച്ചാറാണ്. അപ്പം ഇന്നലെ വൈകിട്ടെടുത്ത ചോറാണ്. വെള്ളം വെച്ചിട്ടൊന്ന് ഞാൻ എടുത്തു. അല്പം വെള്ളം കൂടെ മിക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തൊരു ഇച്ചിരി ഉപ്പിടാം. ലാസ്റ്റിലാണ് ഉപ്പിടുന്നതെങ്കിലും ആദ്യമേ വേണമല്ലോ ഉപ്പിട്ടു. അതിനകത്ത് കുറച്ച് കപ്പ എടുത്തു. ഇതിലേക്ക് നമ്മുടെ മീൻ കറി ഒഴിക്കാം. പിന്നെ ബാക്കി ഫ്രൈ, അച്ചാറ്, മീൻ പറ്റിച്ചത്, ഇത് എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ കുറച്ചെടുത്ത് കഴിക്കാം. അപ്പം നമുക്ക് നമ്മുടെ കഴിക്കാൻ തുടങ്ങാം. കപ്പയും മീൻ കറിയും ഉണ്ട്. ചുവന്നുള്ളി അരിഞ്ഞതോ ചതച്ചതോ പച്ചമുളക് കാന്താരി ഒന്നും സാധാരണ ഞാൻ പഴങ്കഞ്ഞിയെ കുറിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ഒത്തിരി എപ്പോഴോ കഴിച്ചതാണ്. പിന്നെ ഒന്നും കഴിക്കേണ്ടതായ ഒരു സാഹചര്യം. മീൻകറി എരിവ്. അപ്പോൾ ഇതൊക്കെ ഒന്നിട്ടിട്ട് ഇളക്കാം. ഇപ്പം മീനിൻ്റെ പീരയും എല്ലാം കൂടെ ചേർത്ത് കഴിക്കാം. ഇപ്പം നെല്ലിക്ക അച്ചാറും കൂടെ ആകട്ടെ. പിന്നെ ഉച്ചക്കൊന്നിനും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ഇത് കഴിക്കുമ്പോൾ ദഹിക്കാൻ ഒരുപാട് സമയമെടുക്കും, ഇല്ലയോ? ഇല്ലയോ? മീൻ വറുത്തതും, എൻ്റെ പേരെന്താണ്, കീരിച്ചാള. കപ്പയും കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ ശരി, കഴിക്കട്ടെ. ഓക്കെ. ചുട്ടുപൊള്ളുന്ന വെയിലാണ് കേരളമാകെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും നല്ല ചൂടാണ്. അതിനോടൊപ്പം തന്നെ ക്ഷീണവും. അപ്പോൾ കുറേ ദിവസമായി ഷുഗർ ഒന്ന് നോക്കിയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ജംഗ്ഷനിലെ മെട്രോ ലബോറട്ടറിയിൽ പോയതാണ്. ഒരല്പം ഷുഗർ കൂടുതലുണ്ട്, കുഴപ്പമില്ല, എങ്കിലും മാനേജ് ചെയ്യാം. അപ്പോൾ ഇത്തിരി പച്ചക്കപ്പ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, വാങ്ങിച്ചത് എടുത്തില്ല. അപ്പോൾ ഇച്ചിരി മീൻ കറിയും കൂടെ ആകട്ടെന്ന്. കേരമീൻ കഷ്ണങ്ങളാക്കിയതൊരു 3/4 കിലോ ഉണ്ടായിരുന്നു. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ കുറച്ച് പുരട്ടി വറുത്തിട്ട് അത് ബാക്കി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം ഉണ്ടാക്കി ക്രഷ് ചെയ്തുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, വിനാഗിരി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് അച്ചാറാക്കി. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അച്ചാറുണ്ട്. ബാക്കി കപ്പയുണ്ടായതുകൊണ്ട് കുറച്ച് മീനും തലയുടെ ഭാഗങ്ങളും കൂടെ മാത്രമാണ് ചേർത്ത് കറി വെച്ചത്. അത് കുറച്ച് തീർന്നു. അതിൻ്റെ ബാക്കി ഇന്ന ഒരു കഷ്ണമാണ് രാവിലെ ഞാനിന്ന് പഴങ്കഞ്ഞിയുടെ കൂടെ ചേർത്ത് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. സാധാരണ എല്ലാവരും കഴിക്കുന്നതല്ല. ഞങ്ങളുടെ വീട്ടിലൊന്നും ആരും ഒന്നും അങ്ങനെ പഴങ്കഞ്ഞി കഴിക്കാറില്ല, ഒരു ശീലമില്ല. നല്ലതാണ്. നല്ലപോലെ പച്ചക്കറികളും മീൻ വിഭവങ്ങളും ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറേ നേരത്തേക്ക് വിശക്കത്തില്ല. ഷുഗറൊക്കെ ഉള്ളവർക്ക് കൊള്ളാൻ നല്ലൊരു ഭക്ഷണമാണിത്. അങ്ങനെ അച്ചാറിട്ടു, അതിരിപ്പുണ്ട്. മീൻ പീര പറ്റിച്ചു.
പിന്നെ മീൻ വറുത്തതും പീര പറ്റിച്ചതും നമ്മുടെ എന്താണ് അതിൻ്റെ പേര്, കിരിച്ചാള എന്നൊരു മീനാണ്. നല്ല മീനാണ്, മത്തിയുടെ ഒരു വകഭേദമാണ്, കൊള്ളാം, നല്ല മീനായിരുന്നു. പിന്നെ അച്ചാറിട്ടത് മുഴുവനും കേരമീൻ്റെ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മീൻ വിഭവങ്ങളായിരുന്നു ഇന്നലെ മുഴുവനും. അങ്ങനെ ബാക്കി അല്പം കപ്പയും കുറച്ച് മീൻ വിഭവങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു അല്പം പഴങ്കഞ്ഞി കുടിക്കാം. അങ്ങനെയാണ് ഇന്ന് രാവിലെ പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് തീരുമാനിച്ചത്. ഒക്കെ കഴിച്ചു. തൈരില്ലായിരുന്നു, അതിന് പകരം കാച്ചിയ മോരായിരുന്നു വേണ്ടത്. അച്ചാറ് ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉച്ചയ്ക്കുള്ള വെജിറ്റബിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇനിയും പാകം ചെയ്യണം.